കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ. സന്ദേശം സിനിമയിൽ സബ് ഇൻസ്പെക്ടർ ആനന്ദനായി അഭിനയിച്ചിരിക്കുന്ന ആരാണ്? എ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബി മാള അരവിന്ദൻ, സി ബോബി കൊട്ടാരക്കര. ബി മാള അരവിന്ദൻ. മാള അരവിന്ദൻ വേറെ എന്താണല്ലോ പറഞ്ഞത്? ടങ് സ്ലിപ്പാണ്. മാള കരവിന്ദൻ. എല്ലാം ടെൻഷനാ സാറേ. എന്തിന് ടെൻഷൻ? ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ആകത്തില്ല സാറേ. വെറുതെ ഇരുന്ന് പാടുമ്പോൾ നല്ല മനോഹരമായിട്ട് പാടും, പക്ഷെ ഇവിടെ എൻ്റെ കൈയെല്ലാം വിറച്ച് തണുത്തിരിക്കും. വേണമെങ്കിൽ ഒരു കയറിഞ്ഞെടുക്കാവോ? നമുക്ക് ഇതേ കെട്ടിവെക്കാം. സത്യം പറഞ്ഞാൽ സാറിനെ കണ്ടത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം. അപ്പോൾ മാള അരവിന്ദനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്തോ വൈറലായിട്ടുള്ള പാട്ട് എന്തോ, അത് 4 വരി പാടാമോ? പാടാം സാർ. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ, അന്നെന്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എന്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ, എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിദ്രയിൽ പുണരാതെ നീ. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. സൂപ്പർ, വെരി ഗുഡ്. അപ്പോൾ മാള അരവിന്ദനെ എടുത്തു വെച്ച് പൂട്ടിയിരിക്കുകയാണ്. മാള അരവിന്ദൻ പറയുന്നു, ഞാൻ തന്നെയാണ് ശ്രീദേവി ആ വേഷം അഭിനയിച്ചതെന്ന്. സോ കൺഗ്രാറ്റുലേഷൻസ്, 1000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ ഞാൻ ശ്രീദേവിയുടെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരൊക്കെ എപ്പോഴും ചോദിക്കും, MG അണ്ണൻ്റെ കുസൃതി ചോദ്യം എല്ലാ എപ്പിസോഡിലും നിറച്ചിട്ടുള്ള, കാരണം ഇടയ്ക്കിടയ്ക്കൊരു എന്താ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഒരു സാധനം. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ദേശം എന്താണ്? ഏതാണ് ഒരു ദേശം? റാന്നി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദേശം. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ദേശം ഏതാണ്? വിദേശം. വിദേശോ? ഐ ലവ് ടു ഗോ ടു വിദേശം. കാരണം എനിക്ക് അമേരിക്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അത് കഴിഞ്ഞാൽ ദുബായ്. സാർ ഒരു ക്ലൂ. അത് എനിക്ക് വേറൊന്നുമില്ല, അത് എപ്പോഴും ഹസ്ബൻഡ് പറയാറുണ്ടായിരിക്കും. ശ്രീദേവി, എന്തിനാ ശ്രീദേവി ഇങ്ങനെ എപ്പോഴും എന്നെ ഫോൺ ചെയ്യുന്നേ എന്നൊക്കെ. അയ്യോ ഓർമ്മ വരുന്നില്ല. എന്തോ ഒരു സംതിങ് ഉണ്ട് മനസ്സിൽ. ഞാൻ പറയാം. അവരടുത്ത് ചോദിക്കണോ? മോനെ, ഒരു ചോദ്യം. ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം ഏതാണ്? അറിയില്ല. ക്ലൂ ഇല്ല. അല്ല, നിനക്ക് ഒരുപാട് ക്ലൂ ഉണ്ട്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ഇവൻ കറക്റ്റായിട്ട് പഠിക്കൂ? കുഴപ്പമില്ല സാറേ. കുഴപ്പമില്ല, കൂടുതലും ഉഴപ്പാണ്. അപ്പൊ അമ്മ എന്താ പറയും? എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മൊബൈലില് എത്ര പറഞ്ഞാലും അവര് കേൾക്കില്ല. അവര് മൊബൈലും കൊണ്ട്. അതിന് വേറൊരു വേർഡ് പറഞ്ഞു. എത്ര പറഞ്ഞാൽ അല്ല, എത്ര പറഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉപദേശിച്ചാലും. ആൻസർ എന്താണ്? ഉപദേശം. മോനെ കണ്ടപ്പോ കാര്യം മനസ്സിലായി. അപ്പൊ ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലായില്ലല്ലേ? താങ്ക് യു മോനെ, താങ്ക് യു. അപ്പം ഉപദേശമാണ് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം. കാരണം നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. വേറെ ആരെങ്കിലും പറയാണ് നീ ഇത് ചെയ്യുന്നു പറഞ്ഞാൽ, ഓ ഉപദേശിക്കാൻ വന്നിരിക്കുന്ന ഒരു സമയം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? അപ്പം ഇഷ്ടമില്ലാത്തൊരു ദേശം എന്ന് വെച്ചാൽ ഉപദേശം. ഇത് കുസൃതി ചോദ്യമാണ്.